അന്നേ നമുക്ക് ഇബാദത്തിന്റെ മാധുര്യം കിട്ടും. ഒരു ചെറുപ്പക്കാരൻ ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് നന്നാവണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ മരിക്കണം. അപ്പോൾ ഇയാൾ തിരിച്ചുപോയി. രണ്ടാമത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് എന്തായാലും നന്നാവണം ഉസ്താദെ, നന്നാവാൻ ഭയങ്കര പൂതിയുണ്ട്. ഉസ്താദ് പറഞ്ഞടാ ഞാൻ മരിക്കണം എന്നാലേ നീ നന്നാവണം. ഇവൻ വീണ്ടും തിരിച്ചുപോയി. മൂന്നാമത് ഇവനിക്ക് നിക്കക്കള്ളിയില്ലാതെ ഇവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് നന്നാവണം. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, ഞാൻ മരിക്കണോടാ എന്നാലേ നീ നന്നാവണം. ഇവനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇവൻ പറയാൻ, അതിന് പണ്ടാരടങ്ങ് നിങ്ങൾ മരിക്കണ്ടേ, നിങ്ങൾ മരിച്ചാലല്ലേ ഞാൻ നന്നാവില്ല, നിങ്ങൾ എപ്പോ ഈ മരിക്കല് ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞടാ, ഞാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഉസ്താദ് മരിക്കണം എന്നല്ല, നിന്റെ ഹൃദയത്തിലുള്ള ഞാൻ 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 അഹങ്കാരം കിബിർ ഞാൻ അത് മരിക്കാത്ത കാലത്തോളം നീ നന്നാവൂല. ഇത്ര അർത്ഥമുള്ള വാക്കാണ്. നന്നാവണ്ടേ ഉമ്മ? വേണ്ടേ? നന്നാവണമെങ്കിൽ ഞാൻ എന്ന ചിന്ത മാറ്റാൻ. നമ്മളൊന്നുമല്ല, നമ്മളൊരു പാവാണ്, നമ്മളൊരു സാധുവാ, നമ്മളൊന്നിനും പറ്റാത്തവരാണ്. കാരണം അവനവൻ ചെയ്ത പാപങ്ങളുടെ ഭാരങ്ങൾ എത്രയാണെന്ന് അവനവൻ അറിയാം. അല്ലാഹുവേ, ഖൽബ് നന്നാക്കണേ അല്ലാ, ഹൃദയത്തിലുള്ള കിബറിനെ നീ തട്ടിമാറ്റണേ അല്ലോ. ആ കിബറില്ലാത്ത മനസ്സുമായി ഞാൻ ഒന്നുമല്ല എന്ന് കരുതിയിട്ട് കൈകെട്ടി നോക്ക്. അല്ലാഹു അക്ബർ. ഞാനൊന്നുമല്ല, ഞാൻ ചെറുതാണ്, ഞാനൊന്നിനും കൊള്ളാത്തവനാ. അപ്പൊ പിന്നെ വലിയവനാരാ? അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ. ഹൗ എന്തൊരു മധുരമാണ്. എന്നിട്ടോ അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? വിനയത്തോടെ. ആരെങ്കിലും നിസ്കാരത്തിൽ നെഞ്ചും പിരിച്ച് നിൽക്കലുണ്ടോ? ഇല്ല. ആ നിസ്കാരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും വിനയമാണ്. റുക്കുവോ തലതായിത്തലല്ലേ, അതിനേക്കാൾ വിനയം വേറെയുണ്ടോ? ഇനി സുജൂദോ, സുബ്ഹാനല്ലാഹ്. സ്വന്തം ശരീരത്തിലെ ഏറ്റവും ഉന്നതമായ അവയവമാണ് ഈ മുഖമെങ്കിലും ആ മുഖം മണ്ണോട് ചേർത്തു വെച്ചില്ലേ? ഇനിയോ അതെന്തൊരു വലിയ വിനയമാ, അതെന്തൊരു വലിയ താഴ്മയാ. ആ സുജൂദിലൊക്കെ പൊട്ടിക്കരയാൻ കഴിയണമെങ്കിലോ, ആ സുജൂദൊക്കെ ആസ്വദിക്കാൻ കഴിയണമെങ്കിലോ ഞാനൊന്നുമല്ല എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരണം. എല്ലാം അല്ലാഹുവാണ്. ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. ഞാനൊന്നുമല്ല എന്ന് ചിന്തിച്ചു പൊട്ടിക്കരയാൻ കഴിയണം. അങ്ങനെ അങ്ങനെ ഇബാദത്ത് ചെയ്ത് ഒരു നാൾ ഒരു നിസ്കാരത്തിൽ, ഒരു സുജൂദിൽ ഈ ലോകത്തോട് വിട പറയാനും കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.